വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. ഇതാ ഇവിടെ ദൈവത്തിൻ കൂടാരം, ഇതാ ഇവിടെ കർത്താവിൻ ബലിപീഠം. സീനായി മാമലയിലെ ഉടമ്പടി നവ്യമാക്കി പുത്രനേശുവിൻ. സീനായി മാമലയിലെ ഉടമ്പടി നവ്യമാക്കി പുത്രനേശുവിൻ. യേശുവിൻ്റെ തിരുനിണത്താലേ രക്ഷ നേടിടാം സാക്ഷികളാകാം. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയോട് കൂടെ. Hearts beat together and two souls with a single thought. ഒരുപോലെ മിടിക്കുന്ന രണ്ട് ഹൃദയങ്ങളും ഒരുപോലെ ചിന്തിക്കുന്ന രണ്ട് ആത്മാക്കളും ഒരു വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കസ്റ്റം എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം വിളിച്ച് ചേർത്ത് ഒന്നാക്കി തീർക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. രണ്ട് വ്യക്തികളെല്ലാം ഒരുമിച്ച് ചേരുന്ന, ഒരുമിച്ച് ഈ രണ്ട് ഹൃദയങ്ങളെ ഇനി മുതൽ ഒരുപോലെ മിടിപ്പിക്കുവാനും ഈ രണ്ട് വ്യക്തികളും ഇനി മുതൽ ഒരുപോലെ ചിന്തിക്കുവാനുമൊക്കെ വിളിക്കപ്പെടുന്ന നല്ല സമയം. നമുക്കൊരുമിച്ച് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നസ്രത്തിലെ ആ ഒരു കൊച്ചു കുടുംബം, ഈശോയും ഔസേപ്പിതാവും മാതാവും ഒക്കെ ഒരുമിച്ച് ചേരുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന, പരസ്പരം അറിയുന്ന ഒരു കുടുംബമാക്കി തീരുവാനായിട്ട് ഈ കുടുംബത്തെ, ഇന്നിവിടെ ഒരുങ്ങുന്ന ദൈവത്തിൽ ഒന്നായി ചേരുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. മലമുകളിൽ ഉയർത്തപ്പെടുന്ന ദീപം കണക്കെ എന്നും എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും എപ്പോഴും നല്ല മാതൃകയായിട്ട് ജോസഫിൻ്റെയും റിൻസിയുടെയും ഈ കുടുംബം മാറ്റി തീർക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ഈശോയുടെ സന്നിധിയിൽ
പ്രത്യേകമായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായിട്ട് ജോസഫിനെയും റിൻസിയെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയ ചൈതന്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒരുപാട് ദൈവികമായ അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്കൊരുമിച്ച് ഈ ബലിവേദിയിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തോട് ഇപ്പോൾ മാപ്പും മോചനവും അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, നന്ദി ചൊല്ലുന്നീവൻ താഴ്മയായി. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. ശക്തനാം ദൈവമേ, താതരാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവൻ സൂര്യവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താരേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താരേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശു
നിത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താളികനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമേ. അങ്ങേ വത്സല മക്കളായ ഈ വധൂവരന്മാരുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ബലിവേദിയുടെ മുമ്പിൽ വെച്ച് പരിശുദ്ധമായ വിവാഹബന്ധത്താൽ ഒന്നായിത്തീരുന്ന ഇവരെ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കുവാൻ കഴിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മവിലേകത്തിൽ എന്നേയുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനക്ഷര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാം ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. വാനവും ഭൂമിയും തീർത്തവനാം കർത്താവിൻ്റെ സഹായമെന്നും. വാനവും ഭൂമിയും തീർത്തവനാം കർത്താവിൻ്റെ സഹായമെന്നും. പർവ്വതങ്ങളിലേക്കു കണ്ണുയർത്തി ഞാനിന്നു ചോദിപ്പൂ ധ്യാനമാർന്നു. എന്റെ സഹായം എവിടെ നിന്നെത്തും? എൻ തുണയെങ്ങു നിന്നെത്തുമെന്ന്? എന്റെ സഹായം എവിടെ നിന്നെത്തും? എൻ തുണയെങ്ങു നിന്നെത്തുമെന്ന്? വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും. വാനവും ഭൂമിയും തീർത്തവനാ
കർത്താവിൻ്റെ സഹായമെന്നും എന്റെ കാൽ വഴുതാതെ കാക്കുമവൻ എൻ ജീവനുലയാതെ നോക്കുമവൻ തിന്മയൊന്നും എന്നെ തൊടുകയില്ല നന്മയോ പൂമഴ പോലെ പെയ്തിറങ്ങിടും തിന്മയൊന്നും എന്നെ തൊടുകയില്ല നന്മയോ പൂമഴ പോലെ പെയ്തിറങ്ങിടും വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും എന്റെ പിതാവവൻ ഉറങ്ങുകില്ല എന്നെ മറന്നവൻ മയങ്ങുകില്ല കുഞ്ഞിളം പൈതലെ പോലെ എന്നെ തന്നോടെ മാറിൽ ചേർത്തുണർന്നിരുന്നിടും കുഞ്ഞിളം പൈതലെ പോലെ എന്നെ തന്നോടെ മാറിൽ ചേർത്തുണർന്നിരുന്നിടും വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും വാനവും ഭൂമിയും തീർത്തവനാ കർത്താവിൻ്റെ സഹായമെന്നും ദൈവവചനമിതാ ജീവദായകവചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ 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 ജീവദായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ ദൈവവചനമിതാ ഹല്ലേലൂയ 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 കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങയോടും കൂടെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവെ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ.
ദൈവ വചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കുദാശിയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കുദാശിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ജോർജ് ജോസഫ്, റിൻസി, നിങ്ങൾ വിവാഹിതനാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ്സുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ,
ഈ താലിയെയും മോതിരങ്ങളെയും അങ്ങ് കനിഞ്ഞനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളങ്ങളായിരിക്കണമേ. ദൈവമേ, പ്രസാദപരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി അങ്ങ് ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. പ്രിയ സഹോദരരെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിക്കുന്ന ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടാനിടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തു ഇന്ന് വിവാഹബന്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങളെ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന്
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയത്തിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കുവാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തൃക്കൻ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയാണ് സെയിൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി. നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരുപാട് പാവപ്പെട്ടവരെ ജാതി മത ഭേദമന്യേ നമ്മുടെ ഈ സൊസൈറ്റി വഴി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സന്തോഷാവസരത്തിൽ നടക്കുന്ന എളിയ സഞ്ചിപ്പിരിവ് കൊണ്ടുകൂടിയാണ് ഈ വലിയ ജീവകാരുണ്യ പ്രവൃത്തി സെയിൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി ചെയ്യുന്നത്. ഈ സമയത്ത് സൊസൈറ്റി അംഗങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും. കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം നൽകുക. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും പണമായും വസ്ത്രമായും ഭക്ഷണമായും മരുന്നായും പാവങ്ങളുടെ പക്കൽ ഈശോയുടെ പേരിൽ എത്തുന്നു. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാദരമി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ നാമത്തിന്റെ സ്തുതിക്കും നന്മയ്ക്കും നമ്മുടെ സമ്പത്സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, പരിശുദ്ധമായ വിവാഹ ഉടമ്പടിയുടെ ഭദ്രതയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന തിരുമുൽ കാഴ്ചകൾ സ്നേഹപൂർവ്വം സ്വീകരിക്കണമേ. പവിത്രമായ ഈ ബന്ധത്തിൻ്റെ സ്ഥാപകനായ അങ്ങ് ഇതിൻ്റെ നിയന്താവമായിരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയോടും കൂടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശയവും ന്യായവും അത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ദൈവമേ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും അലംഘനീയമായ ശൃംഖലയിൽ പുരുഷനെയും സ്ത്രീയെയും അങ്ങ് പാവന ദാമ്പത്യത്തിൽ പ്രതിഷ്ഠിച്ചത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും അങ്ങയുടെ മക്കളുടെ വർധനവിനും വേണ്ടിയാണല്ലോ. പിതാവേ, അങ്ങയുടെ പരിപാലനത്തിൽ ശിശുക്കളുടെ ജനനം മാനവലോകത്തിന് ഒരു ഭൂഷണമാണ്. ജ്ഞാനസ്നാനം വഴി അവർക്ക് ലഭിക്കുന്ന പുനർജനനം തിരുസഭയുടെ വളർച്ചയ്ക്ക് കാരണവുമാണ്. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും ഒന്ന് ചേർന്ന് ക്രിസ്തുനാഥൻ വഴി അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധം 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, പരിശുദ്ധ ബലിയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. നാം ഇപ്പോൾ കാഴ്ചയായിട്ട് സമർപ്പിച്ച ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് മാറിത്തീരുമ്പോൾ ഇന്നിവിടെ ഈ പാവനമായ വിവാഹബന്ധം കൂടുതൽ വിശ്വസ്തതയിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനായിട്ട് ഈ പ്രിയ മക്കളെ ജോർജ് ജോസഫിനെയും റിൻസിയെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഇവരെ രണ്ടുപേരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങ് പരമപരിശുദ്ധനാകുന്നു, സർവവിശുദ്ധിയുടെ ഉറവിടവും അങ്ങു തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവനപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകം വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തീർക്കാൻ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ഫ്രാൻസിസ് മെത്രാപ്പൊലീത്തായും എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർക്കുമെന്ന് പ്രത്യാശ കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ തേജവുമായി തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യമരണമേ. ഈ എളിയ ദാസരായി ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും വിശുദ്ധ യാക്കോബ് ശ്ലീഹായോടും അപ്പോസ്തലഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാം വിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമത് വിധിയായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങയെ വാഴ്ച ശ്രദ്ധിക്കുവാനും ഞങ്ങളെയും അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവിലേക്കത്തിൽ എല്ലാ മുഖമേയും ആരാധനയും എന്നും നയിക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും
പഠിപ്പിച്ചതുമനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കും നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. രണ്ടുപേരും മുട്ടുകുത്തി. പ്രിയ സഹോദരരെ, ക്രിസ്തുവിൽ വിവാഹിതരായ ഈ ദമ്പതിമാരെ ദൈവം അനുഗ്രഹാശസ്സുകൾ കൊണ്ട് നിറയ്ക്കുന്നതിനും ഇവർ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം വഴി പരിശുദ്ധമായ പ്രേമബന്ധത്താൽ ഏകീകൃതരായി ജീവിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അനന്തശക്തിയാൽ ഇല്ലായ്മയിൽ നിന്ന് സമസ്തവും സൃഷ്ടിച്ച അങ്ങ് ആദിയിൽ തന്നെ പ്രപഞ്ച ക്രമീകരണം നടത്തിയ ശേഷം സ്വന്തം ഛായയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ ജീവിത സഖിയായി നൽകുകയും ചെയ്തുവല്ലോ. അങ്ങനെ മേലിൽ അവർ രണ്ടല്ല ഒന്നാണെന്നും ഒന്നായി തീർന്നവരെ ഒരിക്കലും വേർപെടുത്തുവാൻ പാടുള്ളല്ലെന്നും അങ്ങ് പഠിപ്പിച്ചു. സർവേശ്വര, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ദിവ്യ ഐക്യം പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹ ഉടമ്പടിയെ അങ്ങ് മഹത്തായ ദിവ്യരഹസ്യത്താൽ പവിത്രമാക്കുകയും ചെയ്തു. പിതാവേ, പറുദീസായിൽ വെച്ച് പുരുഷനെയും സ്ത്രീയെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രഥമ സമൂഹത്തെ അങ്ങയുടെ അനുഗ്രഹത്താൽ ധന്യമാക്കിയല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവ പാപത്തിൻ്റെ ശിക്ഷയാലോ ജലപ്രളയത്താലുള്ളവായ വിനാശത്താലോ നഷ്ടപ്പെടാതുള്ളൂ. പിതാവേ, അങ്ങയുടെ ഈ പ്രിയ മകനെ അനുഗ്രഹിക്കണമേ. ഇയാൾ ഭാര്യയെ തൻ്റെ ജീവിതത്തിൽ തുല്യ പങ്കാളിയും നിത്യസമ്മാനത്തിന് കൂട്ടവകാശിയുമായി ആദരിക്കുവാനും ക്രിസ്തുനാഥൻ സഭയെ നിരന്തരം സ്നേഹിച്ചതുപോലെ എന്നും സ്നേഹിക്കുവാനും അനുഗ്രഹമരുളണമേ. പിതാവേ, അങ്ങയുടെ ഈ പ്രിയ മകളെ തൃക്കൻ പാർക്കണമേ. വിവാഹബന്ധത്താൽ ഭർത്താവുമായി ഒന്നായി തീർന്ന ഈ വധുവിനെ അനുഗ്രഹിക്കണമേ. ഇവൾ വിശുദ്ധ ലിഖിതങ്ങൾ പ്രകീർത്തിക്കുന്ന പുണ്യവതികളായ സ്ത്രീരത്നങ്ങളെ എന്നും അനുകരിക്കുവാനും ഭർത്താവിൻ്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും എപ്പോഴും പാത്രീഭവിക്കുവാനും കൃപ നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ടിരുളണമേ. അങ്ങയുടെ മക്കളായ ഇവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും അനുസരിക്കുവാൻ സഹായിക്കണമേ. ഏകയോഗവൃതരായ ഇവർ സ്വഭാവ നൈർമല്യത്താൽ മാതൃകാ ദമ്പതിമാരായി പരിലസിക്കുവാൻ കൃപ നൽകണമേ. സുവിശേഷ ചൈതന്യത്താൽ ശക്തി ആർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും അനുഗ്രഹിക്കണമേ. സന്താന ലാഭത്താൽ ഇവർ അനുഗ്രഹീതരാകട്ടെ. ഇവർ പുണ്യസമ്പന്നരായ മാതാപിതാക്കന്മാരാകുവാൻ അനുഗ്രഹിക്കണമേ. പല തലമുറകളിലെ സന്താന പരമ്പര കാണുവാനുള്ള ഭാഗ്യവും ഇവർക്ക് നൽകണമേ. ഇവരിരുവരും ദീർഘായുസ്സുകളായി ജീവിക്കുവാനും ഈ ലോക ജീവിതത്തിനു ശേഷം സ്വർഗരാജ്യത്തിൽ സർവ്വവിശുദ്ധരുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിന് തൂവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുള്ളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവിൻ്റെ ഈ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ വീട്ടിൽ വേണ്ടിയിരിക്കില്ല. അങ്ങനെ കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ.
ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗ്ഗവാസികൾ സർവ്വരും സ്വർഗ്ഗവും വാനദൂതവൃന്ദവും സ്വർഗ്ഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ വധൂവരന്മാരെ ഞങ്ങളോടൊപ്പം സ്വർഗീയ വിരുന്നിൽ അങ്ങ് പങ്കുകാരാക്കിയല്ലോ. വിവാഹകുദാശിയാൽ സംബന്ധിതരായ ഇവർ അങ്ങയോട് വിശ്വസ്തത പാലിക്കുവാനും മാനവ സമക്ഷം അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും വരം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയോട് കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ പിതാവ് നിങ്ങളെ പാവന പ്രേമബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും എന്നും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സന്താനങ്ങളിൽ നിങ്ങൾ അനുഗ്രഹീതരാവുകയും ആശ്വാസമരുളുന്ന ആത്മസുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവുകയും എല്ലാവരുമായി സൗഹൃദം പുലർത്തുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിങ്ങൾ ലോകസമക്ഷം ദൈവസ്നേഹത്തിന് സാക്ഷികളായി പരിലസിക്കുകയും അവശർക്കും ആർത്തർക്കും നിങ്ങളെപ്പോഴും ആശ്വാസവും ആശ്രയവുമായിരിക്കുകയും അവർ സ്വർഗീയ ഭവനത്തിൽ നിങ്ങളെ കൃതജ്ഞതാപൂർവം സ്വാഗതം ചെയ്യുവാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് സ്തുതി. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. നവദമ്പതിമാരെ ആമുഖമരുളുന്നു. നവദമ്പതിമാരെ പാവകമരുളുന്നു. മഞ്ജുളവാണികളാ മംഗളമരുളുന്നു. മഞ്ജുളവാണികളാ മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു.